ബ്ലഡ് ഗ്രൂപ്പ് അറിയാത്തവർ ആരും ഉണ്ടാകാൻ പാടില്ല. എങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഒരാൾ എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്, അല്ലേ, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് എന്നൊക്കെ വിളിക്കാനുള്ള കാരണം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചിരുന്നോ എടാ? ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, അപ്പോൾ ഞാൻ പോവാം അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോളി സർ. എടാ, നമ്മളെ ബോഡിയിൽ എല്ലാവരും രക്തത്തിലും ഇങ്ങനത്തെ ഒരാളുണ്ട്. ആര്? RBC, അരുണ രക്താണുക്കൾ എന്ന് പറയും. RBC, അരുണ രക്താണുക്കൾ. അതേപോലെ നമ്മുടെ രക്തത്തിലുള്ള വേറൊരാളാണ്, രക്തത്തിലെ ബ്ലഡിലെ ദ്രാവക ഭാഗമായിട്ടുള്ള ആള്, ഫ്ലൂയിഡ് പാർട്ടാണ്, പ്ലാസ്മ എന്ന് പറയും. ആരാണ്? പ്ലാസ്മ. ഇനി ഇവർ രണ്ടാണ് ഞാൻ അവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ RBC, നമ്മുടെ അരുണ രക്താണുക്കൾ ഉണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽസ്, ഇതിൽ കാണുന്ന ഒരാളാണ് ആന്റിജൻ. ആരാണ്? ആന്റിജൻ. ആന്റിജൻ ഇതുവരെ കണ്ടെത്തിയത് 2 ടൈപ്പ് ആന്റിജനാണ്. എത്ര ടൈപ്പ് ആന്റിജനാ? 2 ടൈപ്പ്. ഒന്ന് ക്യാപിറ്റൽ A, 2 ക്യാപിറ്റൽ B. അപ്പൊ ആന്റിജനെ സൂചിപ്പിക്കല് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏത് അക്ഷരം കൊണ്ടാണ്? ക്യാപിറ്റൽ ലെറ്റർ അക്ഷരം കൊണ്ടാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അതേപോലെ തന്നെ അതേ ബ്ലഡിൽ തന്നെ ആന്റിബോഡി ഉണ്ടാവും. ആന്റിബോഡി. ആന്റിബോഡി ഉണ്ടാവും. ആന്റിബോഡിയെ സൂചിപ്പിക്കുന്നത് 2 ടൈപ്പ് ആന്റിബോഡി ഉള്ളത്. ഒന്ന് A, ഒന്ന് B. അതിന് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റർ കൊണ്ട് ആണ് സൂചിപ്പിക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. നോക്ക്, ഇനി ഞാൻ എഴുതാൻ ശ്രദ്ധിച്ചോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആന്റിജൻ എവിടെയുള്ളത്? രക്തത്തില് അരുണ രക്താണുക്കളുടെ ബോഡിയിലാണ്, RBCന്റെ ബോഡിയിലാണെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ആന്റിബോഡി എവിടെ ഉണ്ടാകുക? രക്തത്തിലെ പ്ലാസ്മ ഫ്ലൂയിഡ് പാർട്ടിലാണ് ഉണ്ടാകുക എന്ന് മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞ ഇവിടെ ഇതിന്റെ ഹെഡിങ് ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ ആന്റിജൻ എഴുതി. ആന്റിജൻ, ആന്റിജൻ. അടുത്ത ഞാൻ ആന്റിബോഡി എഴുതി. ആന്റിബോഡി നേടി. പിന്നെ മുന്നിൽ ഞാൻ ബ്ലഡ് ഗ്രൂപ്പ് നേടി. ബ്ലഡ് ഗ്രൂപ്പ് നേടിട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേട്ടാ, എൻ്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇയാളെ ശരീരത്തിലെ RBCയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആന്റിജൻ നോക്കിയപ്പോൾ അയാളെ ബോഡി കാണുന്ന ആന്റിജൻ A ആണ്. ഏത് ആന്റിജനാണ് കാണുന്നത്? ഏത് ആന്റിജൻ അയാളെ ബോഡി കാണുന്നത്? A ആന്റിജൻ. A എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഓന്റെ ബോഡിയിലെ പ്ലാസ്മയില് ആന്റിബോഡി ഏതേക്കാരെന്ന് അറിയോ? B ആയിക്കാരം, സ്മോൾ ലെറ്റർ B. അപ്പൊ ആന്റിജൻ A ഉള്ളടത്ത് എപ്പോഴും ആന്റിബോഡി B ആയിക്കാരം ഉണ്ടാകുക. അപ്പൊ അയാളുടെ രക്തഗ്രൂപ്പ് ഏതാണെന്നറിയോ? A ആയിക്കാരം. അപ്പൊ എങ്ങനെയാ മാഷ രക്തഗ്രൂപ്പ് A നിങ്ങൾ എഴുതിയത്? ആന്റിജൻ ഏതാണോ വരിക ആ ആന്റിജന്റെ പേരിലാണ് രക്തഗ്രൂപ്പ് അറിയപ്പെടുക. ഓക്കെ, ഇനി അടുത്തൊരാളെടുത്ത് പോയി ഓന്റെ നോക്കിയപ്പോൾ ഓന്റെ അരുണ രക്താണുക്കളിൽ പോയി RBCയിൽ പോയിട്ട് ഞാൻ ആന്റിജൻ നോക്കിയപ്പോൾ ആന്റിജൻ B ആണുള്ളത്. ആന്റിജൻ B. ഓക്കെ, ആന്റിജൻ B. അങ്ങനെയാണെങ്കിൽ അയാളെ രക്തഗ്രൂപ്പ് ഏതേക്കാരം? ഈസി ആയിട്ട് ഇപ്പൊ തന്നെ പറയാ, രക്തഗ്രൂപ്പ് B ആണെന്ന് പറയാ, ബ്ലഡ് ഗ്രൂപ്പ്. പക്ഷെ അയാളെ ബോഡി ആന്റിബോഡി ഏതേക്കാരം? A ആയിക്കാരം. ഇനി ഞാൻ അത്ഭുതം ഒന്ന് കേൾക്കട്ടെ. അപ്പുറത്തുള്ള വേറൊരാളെടുത്ത് പോയി, അയാളെ പോയിട്ട് അയാളുടെ RBCയിലെ ആന്റിജൻ നോക്കിയപ്പം അവന്റെ ബോഡിയിൽ ആന്റിജൻ A ഉണ്ട്, ആന്റിജൻ B ഉണ്ട്, രണ്ടും ഉണ്ട്. അതായത് A ഉണ്ട്, ആന്റിജൻ B ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓന്റെ ബോഡിയിൽ എന്തുണ്ടാവില്ല? പ്ലാസ്മയിൽ ആന്റിബോഡി ഉണ്ടാവില്ല. പ്ലാസ്മയിൽ എന്തുണ്ടാവില്ല? ആന്റിബോഡി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളെ രക്തഗ്രൂപ്പ് പറയാൻ പറ്റൂലേ? രക്തഗ്രൂപ്പ് എവിടെ നോക്കി പറഞ്ഞാൽ മതി? ആന്റിജനെ നോക്കി പറഞ്ഞാൽ മതി. ആന്റിജൻ A ഉണ്ട്, B ഉണ്ടെങ്കിൽ രക്തഗ്രൂപ്പ് ഏതാ? AB. ഏതാണ്? AB. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വേറൊരുത്തൻ്റെ ബോഡി പോയി നോക്കി. അവിടെ പോയി നോക്കിയപ്പോൾ എന്താ സംഭവിച്ചറിയോ? എത്ര തപ്പിയിട്ടും ആരെ കാണുന്നില്ല? ആന്റിജനെ കാണുന്നില്ല. എവിടെ? RBCയിൽ. അങ്ങനെയാണെങ്കിൽ അയാളെ രക്തഗ്രൂപ്പ് ഇതാ, ആന്റിജൻ ഇല്ല അവിടെ. ആന്റിജൻ ഇല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാ. ഒന്നും ഇല്ലാത്തതുകൊണ്ട് വട്ടപ്പൂച്ചിട്ടേണ്ടി വരും. അപ്പൊ O ആയത് അല്ലേ? ആന്റിജൻ ഇല്ല, ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ആന്റിജന്റെ പേരിലാണ് രക്തഗ്രൂപ്പ് അറിയപ്പെടുക. ഇവിടെ ആന്റിജൻ ഇല്ല. മനസ്സിലായത് പറഞ്ഞത്? പിന്നെ മാത്രമല്ല ആന്റിബോഡിയോ? ആന്റിബോഡി ആന്റിജൻ ഇല്ലെങ്കിൽ, ആന്റിജൻ A യും B യും ഇല്ലെങ്കിൽ അവിടെ ആന്റിബോഡി A യും B യും ഉണ്ടാവും. രണ്ടും ഉണ്ടാവും. A യും ഉണ്ടാവും, B യും ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ രക്തഗ്രൂപ്പ് ചെയ്തത്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇനി ഞാൻ അടുത്ത് എഴുതാൻ പോണത് A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. ഇവർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന രക്തം ഏതാണ്? സ്വീകരിക്കാൻ പറ്റുന്ന രക്തം നമ്മുടെ ഇതാ ഹെഡിങ്.
സ്വീകരിക്കാൻ പറ്റുന്ന രക്തം. സ്വീകരിക്കാൻ പറ്റുന്ന രക്തം. അപ്പൊ നമുക്ക് നോക്കാം. എക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രക്തം ഏതാ അറിയോ? എ സ്വീകരിക്കാം, ഓ സ്വീകരിക്കാം. ബിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രക്തം ഏതാ അറിയോ? ബിയും സ്വീകരിക്കാം, ഓയും സ്വീകരിക്കാം. അതേപോലെ എ ബിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വ്യക്തി ഏതാ? എ ബി ആണ്. അത്ഭുതം. അയാൾക്ക് എല്ലാം സ്വീകരിക്കാം. ഏതൊക്കെ സ്വീകരിക്കാം? എ ബിയും സ്വീകരിക്കാം, എ സ്വീകരിക്കാം, ബി സ്വീകരിക്കാം, ഓ സ്വീകരിക്കാം. എല്ലാം സ്വീകരിക്കാൻ പറ്റും. ഇനി അതേപോലെ ഓ ഗ്രൂപ്പ് ആണെങ്കിലോ? ഓ ഗ്രൂപ്പാണ് വിഷമം, പാവങ്ങളാ. കാരണം എന്താ? ഒറ്റ അയാൾക്ക് ആ ഓ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓ മാത്രം. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ആരാ? ഓ ആണ്. അതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരും കിട്ടും പെട്ടെന്ന്. ഒരു സംശയം വേണ്ട, ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മാഷ് എ പോസിറ്റീവ്, എ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ എ ബി അല്ലെ, എ ബി എ ബി ഓ എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയാൻ നിൽക്കുന്നത്, നമ്മളെ രക്തത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, RH ഫാക്ടർ. ആരാണ്? RH ഫാക്ടർ, RH ഘടകം എന്ന് പറയും. ഇതുണ്ടെങ്കിൽ എൻ്റെ ബോഡിയിൽ RH ഘടകമുണ്ട്, എൻ്റെ ബോഡിയിൽ RH ഘടകം ഉണ്ട്, അതേപോലെ എ ആൻറ്റിജനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ രക്തഗ്രൂപ്പ് ഏതാ? എ പോസിറ്റീവ് എന്ന് പറയും. എ പോസിറ്റീവ്. ഇനി എൻ്റെ ബോഡിയിൽ ആൻറ്റിജൻ എ ഉണ്ട്, പക്ഷെ RH ഘടകമില്ല. അങ്ങനെയാണ് എ നെഗറ്റീവ് എന്ന് പറയും. ഇനി ബിക്ക് വരികയാണെങ്കിലോ? ബി എന്ന് പറഞ്ഞ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ബി, RH ഘടകം ഉണ്ടെങ്കിൽ ബി പോസിറ്റീവ്, RH ഘടകം ഇല്ലെങ്കിൽ ബി നെഗറ്റീവ്. ഇനി അതേപോലെ എ ബി എന്ന് പറഞ്ഞ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ, എയും ബി എന്ന് പറഞ്ഞ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അത് എ ബി ഗ്രൂപ്പാന്ന് മനസ്സിലായി നമുക്ക് എല്ലാവർക്കും. പക്ഷേ അവിടെ RH ഘടകം ഉണ്ടെങ്കിൽ എ ബി പോസിറ്റീവ്, RH ഘടകം ഇല്ലെങ്കിൽ എ ബി നെഗറ്റീവ്. ഇനിയോ ഒരു ആൻറ്റിജനും ഇല്ലെങ്കിൽ നമുക്കറിയാതെ ഓ ഗ്രൂപ്പാണെന്ന്. പക്ഷെ അവിടെ RH ഘടകം ഉണ്ടെങ്കിലോ ഓ പോസിറ്റീവ് എന്ന് പറയും, RH ഘടകം ഇല്ലെങ്കിലോ ഓ നെഗറ്റീവ് എന്ന് പറയും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുക. സിമ്പിൾ അല്ലേ? സംശയമില്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചോളി, സാറ് ക്ലിയർ ആക്കി തരാം. കാണാം. ബൈ.